ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഹാബലിപുരം അഥവാ മാമനപുരം. അതായത് ഇത് ചെന്നൈൻ്റെയും പോണ്ടിച്ചേരിയുടെയും ഇടയിലായിട്ട് വരും. ചെന്നൈയിൽ നിന്ന് ഒരു 56 കിലോമീറ്ററും പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 95 കിലോമീറ്ററുമാണ് ഈ മഹാബലിപുരത്തേക്കുള്ളത്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ ആനന്ദം സിനിമയിൽ ഹംപി അവർ ഓടി നടന്ന് കാണുന്നില്ലേ, അതുപോലെ സെയിം ഇതും ഓടി നടന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ്, മീൻസ് അത് വന്ന് കണ്ട് അറിയേണ്ട സംഭവങ്ങൾ തന്നെയാണ്. മാക്സിമം നിങ്ങൾ ഇവിടെ എത്തിയിട്ട് ഒരു വണ്ടി റെന്റിന് എടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിലോ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് ഒരു സ്ഥലത്തും കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നല്ല ദൂരമുണ്ട്. അതുമല്ല ഉച്ച സമയങ്ങളാണെങ്കിൽ നല്ല വെയിലായിരിക്കും. അത് കാരണം നിങ്ങൾ മാക്സിമം വരുവാണെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിന്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് ഞാൻ മഹാബ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ട് പരിചയപ്പെടുത്താം. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ മഹാബ്സ് ഉള്ളത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു ദിവസം 2800-3000 അകത്തേ എമൗണ്ട് വരത്തുള്ളൂ. നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഞങ്ങൾ നൈറ്റ് ടൈമാണ് എത്തിയത്. നൈറ്റ് ടൈം എത്തിയപ്പോഴേ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ എടുത്തയാട്ടോ ഇത്. ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ മഹാബ്സിൽ സ്റ്റേ ചെയ്ത് മഹാബലിപുരം എല്ലാം കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ റിസോർട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ട്. ചുറ്റിനും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു കാടിൻ്റെ ഒരു ഫീലാട്ടോ. കാട്ടിലൊരു കുളത്തിൽ കുളിക്കുന്നൊരു ഫീലൊക്കെ കിട്ടും. പക്ഷെ നൈറ്റ് ടൈം ഇറക്കില്ല കേട്ടോ അവർ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമും അവൈലബിൾ ആണ്. സ്റ്റാഫ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ഏരിയയും എല്ലാം ഒരു നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. അപ്പം എങ്ങനെ നിങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യല്ലേ?